ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്നൊരു പെട്ടെന്നൊരു ലൈവ് ക്ലാസ് നമ്മൾ ചെയ്യാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കിട്ടിയ ഒരു കാര്യം നിങ്ങളോട് പറയാനും അതുപോലെ തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനും വേണ്ടിയിട്ടാണ്. കാരണം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉടൻ തന്നെ അവർക്ക് ഒരു വർക്ക്ഷീറ്റും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികൾ അവരുടെ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ വേഗം തന്നെ പഠിക്കുക. എല്ലാവർക്കും ഹായ്. ഓക്കെ, അബ്ദുൽ നാസർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ പരീക്ഷയുടെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? SSLC പരീക്ഷ മാറ്റിവെച്ചു എന്ന് അല്പം മുമ്പ് നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് SSLC പരീക്ഷ എന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ SSLC പരീക്ഷ മാറ്റിവെച്ചതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി പഠിക്കാൻ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആ ദിവസങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ കുറേ ദിവസം ബാക്കിയുണ്ട്, ഇനിയും കുറച്ച് ദിവസം ബാക്കിയുണ്ട് എന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്ക് മേടിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ അനുഗ്രഹ് ഹായ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ധാരാളം പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒക്കെ എടുത്ത് നോക്കുക, എങ്ങനെയാണ് അതിൽ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് ഗ്രാമർ ഭാഗങ്ങളാണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഗ്രാമർ ഭാഗങ്ങൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 10-25 ക്വസ്റ്റ്യൻസ് ഗ്രാമർ ഭാഗത്ത് നിന്നുള്ളത് അതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഗ്രാമർ ഭാഗം ഒന്ന് ചെയ്യുക. അതിൽ നമുക്ക് ഫ്രേസൽ വെർബും അതുപോലെ കംപ്ലീറ്റിംഗ് ദ കോൺവെർസേഷൻ പിന്നെ അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ, എഡിറ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വർക്കുകളാണ്. അത് ഞാൻ പല സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആൻസേഴ്സും എന്തുകൊണ്ടാണത് ആൻസറായിട്ട് വരുന്നത് എന്നുള്ള കാര്യവും ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോസ് കാണുക തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു SSLC റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഏകദേശം 32ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് ഇനി അടുത്ത ദിവസങ്ങളിൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പുതുതായിട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ആ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുക, കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇന്ന് അല്പം വൈകിട്ടാണെങ്കിലും ഞാനൊരു ക്ലാസ് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, മോഡൽ പരീക്ഷയുടെ പേപ്പർ നോക്കിയതിന് ശേഷം എനിക്ക് മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് കുറച്ച് നേരത്തേക്ക് നമ്മുടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശ്രീലക്ഷ്മി ഹായ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് വരാൻ പോകുന്നുണ്ട്. എല്ലാ പാഠത്തിലെയും കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് എല്ലാ പാഠങ്ങളും പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക്ഷീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ വർക്ക്ഷീറ്റിൽ നിങ്ങളെ പെർഫോമൻസ് അനുസരിച്ചാണ് നിങ്ങളെ അടുത്ത ക്ലാസ്സിലേക്ക് ജയിപ്പിക്കുന്നത്. അപ്പോൾ ബി വെരി കെയർഫുൾ. സമയം കളയരുത്, വെറുതെ ഇരിക്കരുത്, പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഷവേഴ്സ് എന്ന് പറയുന്ന പോയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ആ വീഡിയോയിൽ ഞാൻ ആ പോയത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലൈൻ ബൈ ലൈനായിട്ട് ആ പോയം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ ആ പാഠത്തിലെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇടയും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം.
അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ത്വയ്ബ എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഹൗ ഡസ് ദ റെയിൻ സൂത്ത് ദ പോയറ്റ്സ് നെർവ്സ്? സൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് റിഫ്രഷ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഹൗ എ ലേഡി ഹു ഈസ് കമ്മിങ് ബാക്ക് ഹോം ആഫ്റ്റർ ഹർ ഹെവി ഡെയിലി വർക്ക്. ഓൺ ദ വേ there was a light shower, then it became a heavy rain, and this rain had a soothing effect on this lady. അപ്പോൾ അതാണ് എങ്ങനെയാണ് ഹൗ ഡസ് ദ റെയിൻ സൂത്ത് ദ പേഴ്സൺസ് നെർവ്സ്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിലെ പോയത്തിലെ അതിൻ്റെ കൃത്യമായിട്ട് വരികളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദ റെയിൻ സൂത്തസ് the poet. It can be the poet or some lady. നമുക്ക് രണ്ടും പറയാം. The rain soothes the poet by getting rid of the heat and fatigue. So the answer to this question is the rain soothes the poet by getting rid of heat and fatigue. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ ഫറ്റീഗ് എന്ന് വെച്ചാൽ എന്താണ്? ക്ഷീണം, തളർച്ച എന്നൊക്കെയാണ് അർത്ഥം. So when she got this rain, she feels relaxed, and there is a sudden change in the heat also. It becomes somewhat cool. So getting rid of the heat, and also it gave her some energy. She lost that fatigue, the tiredness of her hard work. അപ്പോൾ ആ ഒരു ക്ഷീണം, തളർച്ച, അതുപോലെ ചൂട്, ഇതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാണ് അവരെ ഈ മഴ, ഈ ഫസ്റ്റ് ഷവേഴ്സ് അവരെ റിലാക്സ് ചെയ്തത്. ദ റെയിൻ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ എഴുതാം, ദ റെയിൻ സൂത്തസ് ദ പോയറ്റ് ബൈ ഗെറ്റിംഗ് റിഡ് ഓഫ് ഹീറ്റ് ആൻഡ് ഫറ്റീഗ്. അപ്പോൾ അത് ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഡു ദ ട്രീസ് ലുക്ക് മാഗ്നിഫിഷ്യൻറ്റ്? അപ്പോൾ ആ ഒരു പോയത്തിൻ്റെ ഒരു സ്ട്രക്ചർ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ കുറച്ച് വരികളിൽ ഈ സ്ത്രീക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ആഫ്റ്റർ ഷീ വാസ് സോക്ഡ് ഇൻ ദ റെയിൻ, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ടു ഹർ എന്നുള്ള ഒരു കാര്യമായിരുന്നു അവിടെ പറഞ്ഞത്. അതിനുശേഷമുള്ള സ്റ്റാൻസുകളിൽ പറയുന്നത്, ഹായ് അൽഫോൺസ, അതിനുശേഷമുള്ള കാര്യങ്ങളിൽ പറയുന്നത്, വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ടു ദ നേച്ചർ, especially to the trees. So before the arrival of these first showers, they were covered with dirt, and now when they got this rain, it looks like they have become more beautiful, because the rain washed away all the dirt on the trees, and now they look like they are bathed, they have taken a bath. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ എഴുതാം, the rain washes the leaves of the trees and the trees look magnificent and shining. When the rain washes the trees, its leaves, it looks magnificent. Okay, the rain washes the leaves of the tree and trees look magnificent and shiny. Okay, very good, Abdul Nasser. Okay, now that's the answer. Now let's go to question number 3, shall we? So I think these two questions are, now the answers of these two questions are clear to you. Now let's move on to the next question, question number 3. What do the travelers feel when it rains? Somewhere in this poem it is said, this rain is a blessing for the weary travelers, the travelers who are tired. It gives them some rest. It gives them some relief. So the travelers, they feel relaxed and relieved
and they get some time to take rest when it rains. So that's the answer. You got the answer. Now let's go to the next one. Comment on the expression drenched me on the sly. Drenched me on the sly means she was soaked completely in the rain. It means the rain has completely drenched her. She was completely wet in the rain. That is the meaning of the expression drenched me on the sly. അപ്പോൾ ഇവിടെ ഡ്രഞ്ച്ഡ് മീ ഓൺ ദ സ്ലൈ എന്ന് വെച്ചാൽ മഴ അവരെ കുതിർത്ത് കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, സോ ദർ ആർ ഓൺലി ഫ്യൂ ക്വസ്റ്റ്യൻസ്. ദർ ആർ ഓൺലി 4 questions are there in this lesson. Okay, Niyas, congratulations. You got 157. Very good. Keep it up. അടുത്ത പരീക്ഷയ്ക്കും ഇതുപോലെ മുഴുവൻ മാർക്കും മാക്സിമം മാർക്ക് വാങ്ങുക. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിൽ ഫസ്റ്റ് ഷവേഴ്സ് എന്നുള്ള ഈ ഒരു പാഠത്തിൽ ഈ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ഇനി അതിലുള്ള ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ്, അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും നമുക്കൊന്ന് നോക്കാം. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി യൂസ്ഫുൾ ഫോർ ഓൾ ദ ക്ലാസ്സസ്, നോട്ട് ഓൺലി ഫോർ 8th, 9th and 10th. The first activity, let's go to the first activity in your textbook. Here is a table in your textbook. In first column there is the explanation, and in the second column there are some expressions used in the poem which conveys this idea. The poet's face was dry. So in the right side you have to write which line of the poem gives you this idea. ഈ ഒരു ആശയം നിങ്ങൾക്ക് തരുന്ന ആ പോയത്തിലെ വരികളാണ് വലതുവശത്ത് എഴുതേണ്ടത്. അപ്പോൾ ഏത് വരിയാണ് പറയുന്നത് ഈ പോയറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മുഖം ആകെ വെയിൽ കൊണ്ട് കരുവാളിച്ച് അല്ലെ അങ്ങ് വരണ്ടുണങ്ങിയൊരു മുഖമാണ് എന്ന് പറയുന്ന വരി ഏതാണ്? Which line of the poem tells you that her face was dry? Can you just type the answer? Which line of the poem tells that? Which line of the poem tells you that her face was dry? Can anybody type the answer? ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാമോ? വളരെ സിമ്പിളാണ്. ഈ പോയത്തിൻ്റെ ആദ്യത്തെ ആ ഒരു സ്റ്റാൻസയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ മുഖമാകെ വരണ്ടുണങ്ങിയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഏതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ? ഏതാണ്? ദി എക്സ്പ്രഷൻ യൂസ്ഡ് ഇസ് 2 വാക്കാണ്. പാർച്ച്ഡ് ഫേസ്. പാർച്ച്ഡ് ഫേസ്. പോയറ്റ്സ് ഫേസ് വാസ് ഡ്രൈ എന്നുള്ളതിന് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് പാർച്ച്ഡ് ഫേസ്. ഇനി അടുത്ത നോക്കാം. ഷീ ഗോട്ട് സോക്ഡ് ഇൻ ദ റെയിൻ. ഷീ ഗോട്ട് സോക്ഡ് ഇൻ ദ റെയിൻ. സോക്ഡ് എന്ന് വെച്ചാൽ ആകെ കുതിരുക എന്നുള്ള അർത്ഥത്തിലാണ്, മഴയിൽ കുതിർന്നു പോവുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ സോക്ഡ് ഇൻ റെയിൻ എന്നാണ്. അടുത്തത് ഷീ വാസ് ടയേർഡ്. അപ്പോൾ അവർ ഒരു ദിവസത്തെ കഠിനമായ ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവരാകെ തളർന്നിട്ടുണ്ടായിരുന്നു എന്നർത്ഥം വരുന്ന വരി ഏതാണ്? There is a line, day long heat and fatigue. Day long എന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവനുള്ള, അല്ലേ, രാവിലെ മുതൽ തുടങ്ങിയ ഒരു കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ ആ വെയിലിൻ്റെയും ആ കഠിനമായ ജോലിയുടെയും ഒക്കെ ക്ഷീണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഈ മഴ പെയ്തപ്പം ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ യൂസ് ദീസ് ലൈൻസ്, ഡേ ലോങ് ഹീറ്റ് ആൻഡ് ഫറ്റീഗ്. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ വരികളാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത്, ദ ഹീറ്റ് ആൻഡ് ഫറ്റീഗ് മെയ്ഡ് ഹെർ വെയറി. അതും അവിടെ പറയുന്നുണ്ട്. വെയറി ലൈൻസ്, ഡേ ലോങ് ഹീറ്റ്, ഫറ്റീഗ് എന്നൊക്കെയുള്ള വരികൾ തന്നെയാണ്. ഇനി വിച്ച് ലൈൻ ടെൽസ് യു ദാറ്റ് ദ ട്രീസ് ആർ വെറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ?
Which line of the poem tells you that the trees were wet and beautiful? ഏതാണ് വരികൾ? ഈ മഴ പെയ്തതിന് ശേഷം അവർ മഴയിൽ കുതിർന്നു, നനഞ്ഞ് വൃത്തിയായി, നല്ല കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കന്മാരായി മാറിയത് എപ്പോഴാണ്? അപ്പോൾ ആ ഒരു കാര്യം പറയുന്ന വരി ഏതാണ്? ഡ്രസ്ഡ് ഇൻ വാഷ്ഡ് ഗ്രീൻ ലുക്ഡ് മാഗ്നിഫിഷ്യൻറ്റ്. ആ വരികളാണ് എഴുതേണ്ടത്. ഇനി അടുത്ത കാര്യം, ദ പോയറ്റ് സ്റ്റുഡ് ഇൻ വണ്ടർ. അല്ലേ, അത്ഭുതത്തോടെ ഇങ്ങനെ നിന്നു എന്നാണ് പറയും. The poet stood in wonder. Which line tells you that the poet stood in wonder? Hi. അപ്പോൾ ഏതാണ് ആ ഒരു ലൈൻ എന്ന് പറയുന്നത്? മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. മാർവലിംഗ് അറ്റ് ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്നുള്ളതാണ് അവിടെ ആ അർത്ഥം വരുന്ന ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ. ഇനി ഏതാണ്? വിച്ച് എക്സ്പ്രഷൻ ടെൽസ് യു ദാറ്റ് ദ പോയറ്റ് ഈസ് റിട്ടേണിങ് ഹോം? അല്ലേ? അപ്പോൾ 8ാം ക്ലാസ്സിലെ പാഠമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഫസ്റ്റ് ഷവേഴ്സ്. അതിൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇവിടെ ദ പോയറ്റ് റിട്ടേൺ ഹോം, അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഏതാണ്? ഐ ഹറീഡ് ഹോം ത്രൂ ദ ഗർഗ്ലിംഗ് വാട്ടർ. ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ പോയം. The last line tells us that the poet is returning home, walking through this gurgling water. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റി 1 ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 10th ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇന്നൊരു അടിപൊളി ക്ലാസ് വരുന്നുണ്ട്. 10ാം ക്ലാസ്സുകാർ വിഷമിക്കേണ്ട, ഒരു അടിപൊളി ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, മോഡൽ പരീക്ഷയുടെ ആൻസർ പേപ്പറിൽ കണ്ട 20 തെറ്റുകൾ. അതെന്താണെന്നുള്ളതാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യൂ. പിന്നെ ഇന്ന് ശിവരാത്രിയൊക്കെ ആണല്ലോ, അപ്പോൾ രാത്രിയൊക്കെ ഫ്രീ ആയിരിക്കും, ഒരുപാട് ആളുകൾ. നമുക്ക് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഒരു ആശയം പറഞ്ഞിരിക്കുകയാണ്. ആ ആശയം പറയുന്ന ഈ പോയത്തിലെ എക്സ്പ്രഷൻ ഏതാണെന്നുള്ളത് വലതുവശത്തെ കള്ളിയിൽ എഴുതുകയാണ്. ഇടതുവശത്ത് ആ ആശയവും വലതുവശത്ത് ആ ഒരു എക്സ്പ്രഷനുമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 2. റീഡ് ദ ലൈൻസ്. വെറ്റ് ക്ലോത്ത്സ് ക്ലങ് to my body like an infant to its mother's bosom. Here, the clinging of the wet clothes is compared to an infant clinging to its mother's bosom. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഈ പോയം എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ലൈൻ? ഹിയർ ദർ ഈസ് എ കമ്പാരിസൺ. The wet clothes clinging to the body of the narrator is compared to an infant, a small child, clinging to its mother's breast or chest. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ. അപ്പോൾ എന്താണ് ഇവിടുത്തെ കമ്പാരിസൺ? എന്താണ് ഈ നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കുട്ടി അതിൻ്റെ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ നെഞ്ചോട് ഒട്ടി ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കമ്പാരിസണാണ്, ഒരു അലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ് ആ അലങ്കാരം? ഒന്നിനെ വേറൊന്നിനോട് സാമ്യം പറയുകയാണെങ്കിൽ നമ്മളതിനെ ഉപമ അല്ലെങ്കിൽ സിമിലി എന്ന് പറയും. ഇപ്പോൾ സിമിലി നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് വെയർ 2 things are compared using as or like. അപ്പോൾ ഒരു സിമിലിയുടെ പ്രത്യേകത എന്താണ്? ഒരു കാര്യം വേറൊരു കാര്യം പോലെയാണ് എന്ന് പറയുന്നതാണ് സിമിലി. അപ്പോൾ സിമിലി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിലേതെങ്കിലും ഒരു വാക്ക് അതിലുണ്ടാവും. ഏതൊക്കെയാണ് ആ 2 വാക്കുകൾ? ഒന്ന് ആസ്, AS, അല്ലെങ്കിൽ ലൈക്ക്, LIKE. അപ്പോൾ ഈ 2 വാക്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ തമ്മിലുള്ള സാദൃശ്യം പറയുന്നതിനെയാണ് നമ്മൾ സിമിലി അല്ലെങ്കിൽ ഉപമ എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഒരു വരി
Wet clothes clung to my body like an infant to its mother's bosom. This is an example for simile. Here, the clothes that are clinging to the body is compared to an infant holding its mother closely, right? Here, the comparison is made by using the word like. അപ്പോൾ ഇവിടെ ലൈക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ് സിമിലിയിൽ കമ്പാരിസൺ ഉണ്ടാവുക. അപ്പോൾ this is an example for a simile. Now develop similes from the following hints. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾ കുറച്ച് സിമിലി ഉണ്ടാക്കുക. അപ്പോൾ ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് എന്തുപോലെയാണെന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതുക. The tree stands like dash. അപ്പോൾ അതിനെ എന്തുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? The tree stands like a man. The tree stands like a building. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അത് എന്തെങ്കിലും ചേരുന്ന ഒരു കമ്പാരിസൺ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മരം എന്തുപോലെ തോന്നി അല്ലേ? അപ്പോൾ വലിയൊരു മനുഷ്യനെ പോലെ തോന്നി, അല്ലെങ്കിൽ വലിയൊരു മൊബൈൽ ടവർ പോലെ തോന്നി അല്ലേ? അപ്പോൾ നമുക്ക് പറയാം എന്ത്? The tree is like a mobile tower. The tree is like a big tower. അപ്പോൾ അത് അവിടെ നമ്മൾ ചെയ്യുന്നത് we are using a simile. അപ്പോൾ ഒരു സിമിലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ എഴുതാം. അടുത്തത് the moon looked at me. ഇനി moon looked at me like dash. The moon looked at me like a king. The moon looked at me like anything, like a friend. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദാഹരണം നമുക്കിവിടെ എഴുതിയാൽ മതിയാകും. The flower smiles like me. The flower smiles like a beautiful girl. The flower smile like എ ചൈൽഡ്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്കവിടെ കൊടുക്കാം. ഇനി അടുത്തത് ദ തണ്ടർ റോഡ് ലൈക്ക് ഡാഷ്. ദ തണ്ടർ റോഡ് ലൈക്ക് എ ലയൺ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ ഈ ഇടിമിന്നൽ അല്ലേ, ഒരു സിംഹത്തെ പോലെ ഗർജിച്ചു. ദ തണ്ടർ റോഡ് ലൈക്ക് എ ലയൺ. അപ്പോൾ ഇവിടെ ലൈക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു സിമിലിയാണ്, കമ്പാരിസണാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമിലി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഒരു കാര്യം ഇതുപോലെയാണ് എന്ന് പറയുന്നതാണ് സിമിലി. സിമിലി ഉപയോഗിക്കാൻ നമുക്ക് ഇംഗ്ലീഷിൽ ഒന്നുകിൽ ആസ് എന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലൈക്ക് എന്ന് ഉപയോഗിക്കുക. അപ്പോൾ അത് തമ്മിലുള്ള എന്തെങ്കിലും ഒരു സാദൃശ്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സിമിലി, എന്താണ് സിമിലി മെറ്റഫറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ സിമിലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേറൊരു കാര്യം പോലെ എന്നുള്ള പറയുന്നതാണ്. എന്നാൽ മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മറ്റൊരു കാര്യമാണ് എന്ന് പറയുന്നത്. അവിടെ പോലെ എന്നുള്ള വാക്കില്ല, അത് തന്നെയാണ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഈ മെറ്റഫർ എന്ന് പറയുന്നത്. എക്സാം മാറ്റി, ഗ്രീൻ വെറൈറ്റി ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? എക്സാം മാറ്റി ഏപ്രിൽ 8 മുതലാണ് SSLC പരീക്ഷ. ടി വിയിലൊക്കെ വന്നു, ഞാൻ കൺഫേം ചെയ്തു. നമ്മുടെ ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലിട്ടിട്ടുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ദിവസം കൂടെ പഠിക്കാം. എക്സാം മാറ്റി. ഓക്കെ, മാറ്റി എന്ന് പറഞ്ഞതാണോ? ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളെ റീപ്ലൈ ഒക്കെ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. ചെറിയ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
2 ദിവസത്തിനുള്ളിൽ, നാളെ കൊണ്ടത് ശരിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട, ക്ലാസ് കാണുക. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സിമിലി എന്ന് പറഞ്ഞാൽ is saying one thing is like another thing. ഓർത്ത് വെക്കുക, one thing is like another thing. Metaphor means one thing is another thing. അപ്പോൾ സിമിലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പോലെയാണെന്ന് പറയുകയാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മറ്റൊരു കാര്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹീ ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞാൽ അത് സിമിലിയാണ്. ഹീ ഈസ് എ ലയൺ എന്ന് പറഞ്ഞാൽ അത് ഒരു മെറ്റഫറാണ്. അപ്പോൾ ഒന്ന് വേറൊന്ന് പോലെയാണെന്ന് പറയുന്നു, ഒന്ന് വേറൊന്നാണെന്നും പറയുന്നു, അല്ലേ? അപ്പോൾ ആ രണ്ടാമത്തെ മെറ്റഫറിൽ ഒരു കാര്യം വേറെ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു സിമിലാരിറ്റി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു സിമിലാരിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പ്രാവിൻ്റെ കച്ചവടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഗോ ത്രൂ ദ ഫോളോയിങ് സെൻറ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ്, ക്ലാസിഫൈ ദം. അപ്പോൾ ഇവിടെ കുറേ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലത് സിമിലിയാണ്, ചിലത് മെറ്റഫറാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്നും നിങ്ങൾ നോക്കുക, ഏതാണ് സിമിലിയാണോ മെറ്റഫറാണോ, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് നോക്കാം. നമ്പർ 1, Manu is as hungry as a horse. Manu is as hungry as a horse. ഇതെന്താണ്? This is an example for simile, because here a comparison is made between Manu and horse using the word as. So this is an example of simile. Second one, the car was a jet when it passed by us. The car was a jet. Car was like a jet എന്നല്ല പറഞ്ഞിരിക്കുന്നത്. The car was a jet when it passed by us. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കാര്യം മറ്റൊരു കാര്യമാണ്. ഇവിടെ കാർ ഒരു ജെറ്റാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജെറ്റ് പോലെയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, കാർ ഒരു ജെറ്റായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. So this one, the second one, the car was a jet, is an example for metaphor. ഇതൊരു മെറ്റഫറിന് ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തത്, the cat's fur was blanket of warmth. അപ്പോൾ here also it is an example of metaphor. The cat's fur was blanket of warmth. Number 4, there were fireworks lanterns in sky. നാലാമത്തതും എന്താണ്? നാലാമത്തെ ഉദാഹരണം, there were firework lanterns in sky. അപ്പോൾ ഇതും എന്തിന് ഉദാഹരണമാണ്? This one is also example of metaphor. അടുത്തത്, you are as brave as a lion. You are as brave as a lion. This is an example of simile. ഇതൊരു സിമിലിക്ക് ഉദാഹരണമാണ്. കാരണം ഇവിടെ ആസ് എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്പാരിസനാണ് ചെയ്തിരിക്കുന്നത്. ഇനി Ian Thorpe is a fish when he swims. Ian Thorpe is a fish when he swims. ഇവിടെയും ഒരു മെറ്റഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Ian Thorpe is a fish when he swims is an example of metaphor. Ian Thorpe and fish. Ian Thorpe is a fish. അപ്പോൾ Ian Thorpeും ഒരു മീനാണ്, അല്ലേ? അയാൾ നീന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒരു മീനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മീനിൻ്റെ പോലെയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മീനെ പോലെയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അയാളൊരു മീനാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മെറ്റഫറാണ്. അടുത്തത്, ഷീസ് ആസ് പ്രെറ്റി ആസ് എ പിക്ചർ. ആസ് പ്രെറ്റി ആസ് എ പിക്ചർ, അല്ലേ? അപ്പോൾ ഇവിടെയും എന്താണ്? ഒരു കമ്പാരിസൺ ആണ്, ഇതുപോലെ. അപ്പോൾ ഇവിടെ ആസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അത് സിമിലിക്ക് ഉദാഹരണമാണ്. ദ മൂൺ വാസ് എ മിസ്റ്റി ഷാഡോ. മൂൺ വാസ് എ മിസ്റ്റി ഷാഡോ. ഇവിടെ മെറ്റഫറാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം വേറൊരു കാര്യം പോലെയാണെന്ന് ആസ് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അത് സിമിലിയാണ്. എന്നാൽ ഈ ആസോ ലൈക്കോ ഇല്ലാതെ ഒരു കാര്യം മറ്റൊരു കാര്യമാണെന്ന് നേരിട്ട് പറയുന്ന അതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് സിമിലി, ഏതൊക്കെയാണ് മെറ്റഫർ? നമ്പർ 1, നമ്പർ 5, നമ്പർ 7 ആർ സിമിലീസ്. ദ റെസ്റ്റ് ബാക്കിയുള്ളത് മെറ്റഫേഴ്സ് ആണ്. ഓക്കെ, ഗോൾഡ് ഗെയിമിംഗ്. ഓക്കെ, ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഷവേഴ്സിൻ്റെ എന്നുള്ള ഈ ഒരു പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. വേണ്ടവർക്ക് എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ നോട്ട്സ് കൂടി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഷവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ അതിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഒരു 5 മിനിറ്റ് സമയം കൂടി നമുക്ക് എടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാഠമായ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള പാഠം എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് തൽക്കാലം നിർത്താം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ കൃത്യമായിട്ട് ചെയ്ത് അയയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഈ പാഠവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. എനിക്കറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ട്സോ ഭാഗങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. എൻ്റെ നമ്പർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എബൌട്ട് എന്നുള്ള സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പാഠം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ ഇന്ന് പറഞ്ഞ ആ ഡിഫറൻസ് ബിറ്റ്വീൻ സിമിലി ആൻഡ് മെറ്റഫർ. ഓക്കെ, വെരി ഗുഡ്. സംശയമൊന്നുമില്ല, വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ബാക്കി അടുത്ത പാഠം ഒരു അടിപൊളി കഥയാണ്. തീർച്ചയായിട്ടും നമ്മൾ നല്ല അടിപൊളിയായിട്ട് എടുക്കും. ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയാണ് നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് വന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് നാളെ വീണ്ടും കാണാം. നാളത്തെ സമയം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾ ലൈവിൽ വരിക, നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ്. എപ്പോഴാണ് നമുക്ക് 10 നമുക്ക് ഉടനെ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.